തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ എം സി റോഡിൽ വട്ടപ്പാറ ജംഗ്ഷൻ എന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പോത്തങ്കോട് പോകുന്ന വഴിയെ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ ഇടത്തോട്ട് സൺ ഹോംസിൻ്റെ സ്പ്രിംഗ് ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റാണ്. ടോട്ടലായിട്ട് 18 വില്ലാസ് മാത്രം അടങ്ങുന്ന ലക്ഷറി വില്ലാസ് അടങ്ങുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിനകത്തേക്കുള്ള റോഡിൻ്റെയൊക്കെ വീതി ഉണ്ടോ, നല്ല വൈഡായിട്ടുള്ള ഫ്രണ്ടേജിലാണ് നമുക്കിതിനകത്ത് റോഡ്സ് എല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് ഈ കാണുന്ന വില്ല പൂർണ്ണമായിട്ട് ഇൻറ്റീരിയർ എല്ലാം ഫിനിഷ് ചെയ്ത് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് അടക്കം അതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും അടക്കം നമുക്കിപ്പം വിൽപ്പനയ്ക്കായിട്ട് ആയിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് നമുക്ക് ഇതിനകത്തുള്ള പ്ലോട്ട്സ് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വീടുകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളും കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ മുൻവശത്ത് വന്നിട്ട് വേറെ ഗേറ്റ് വരത്തില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ആ രീതിയിലാണ് നമുക്കിത് വരുന്നത്. ടോട്ടലായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഇത് ലക്ഷറി വില്ല എന്ന് പറയാൻ കാരണം ഇതിനകത്ത് അമ്മാതിരിയുള്ള ഇൻറ്റീരിയർ വർക്കും ആ രീതിയിലുള്ള ആഡംബര മെറ്റീരിയൽസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കാണാം. 2 വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കുള്ളത്. മുൻവശത്തുള്ള വാതിലെല്ലാം വരുന്നത് തേക്കിൻതടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതിൽ TV അടക്കം വാങ്ങി വെച്ചിട്ടുണ്ട്. TV നമ്മുടെ കോമൺ സ്പേസിലടക്കം AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു സോഫയൊക്കെ നോക്കിയാൽ പ്രീമിയം സോഫ സെറ്റാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങണ്ട, വന്നങ്ങ് താമസിച്ചാൽ മതി. അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ടേബിൾ എല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് പ്രീമിയം മെറ്റീരിയൽസിൽ വരുന്ന ഡൈനിങ് ടേബിളാണ് നമുക്ക് വരുന്നത്. കണ്ടോ, അടിപൊളി. ഇതാണ് നമ്മുടെ ക്രോക്കറി ഷെൽഫ്. അവിടെ തന്നെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കും ഒത്തിരിയധികം സ്റ്റോറേജ് ഏരിയയും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും. ഇനി കിച്ചണിലേക്ക് പോയി കാണിച്ചു തരാം. കിച്ചൺ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കിച്ചണാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി ലക്ഷറി ഫീൽ തരുന്ന ഒരു അടിപൊളി കിച്ചൺ ഏരിയയാണ്. നമ്മുടെ ഹിൻഡ്വെയറിൻ്റെ ചിമിനിയും ഹോബുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നോക്കി ഹെറ്റിച്ചിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മുടെ മോഡുലാർ കിച്ചണിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോഷറാണ്. ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഈ ഒരു കോമൺ സ്പേസ് നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരും. ഈ ഭാഗത്തായിട്ട് വലിയൊരു കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബെഡ്റൂമിലേക്കെല്ലാം വരുമ്പോഴത്തേക്കും നല്ല പ്രീമിയം രീതിയിൽ പ്രീമിയം കളർ തീമിലാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി ഇങ്ങനെ ഒരു കബോർഡ് സ്പേസ് കാണാം. അതിൻ്റെ താഴെ ഒരു വർക്ക് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും നമുക്ക് കബോർഡ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരും. കട്ടിലെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കട്ടിൽ, മാട്രസ്, അതുപോലെ തന്നെ തലയണ അടക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ കാണുന്ന രീതിയിൽ പ്രീമിയം രീതിയിലാണ് നമ്മുടെ ബാത്റൂം എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ടോട്ടോയുടെയും ഗ്രോഹെ, ഹാൻഡ്സ് ഗ്രോഹെ തുടങ്ങിയ മെറ്റീരിയൽസ് ആണ്. അതായത് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ ഗ്രോഹയും നമ്മുടെ സാനിറ്ററി വെയർസ് എല്ലാം വരുമ്പോഴത്തേക്കും ടോട്ടോ പോലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ കണ്ടതുപോലെ തന്നെ അതേ തീമിൽ തന്നെ അതേ രീതിയിൽ തന്നെ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജനലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒത്തിരിയധികം ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുള്ള റൂമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കബോർഡ് സ്പേസ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ബാൽക്കണി ഏരിയ എന്നല്ല ഉപരി ഒരു വലിയൊരു പാർട്ടി ഏരിയയിലേക്കാണ് കേട്ടോ. ഇത്രയും വലിയൊരു സ്പേസ് ആണ്. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നമ്മളെ ടെറസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വില്ല പ്രോജക്റ്റിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടും. ഇതിന് മുന്നേ ഉള്ള നമ്മളൊരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് തൊട്ടടുത്ത വില്ലയാണ് കാണിച്ചത്. അതെല്ലാം സെയിലായി. അതേസമയം തന്നെ വേറെയും പ്ലോട്ടുകൾ ആൾക്കാർ സെലക്ട് ചെയ്ത് അതിൽ വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് വളരെ കുറച്ച് വില്ലാസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ടുകൾ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീട് തന്നെ വേണമെങ്കിൽ വാങ്ങിയെടുക്കാവുന്നതാണ്. ഇതിനുദ്ദേശിക്കുന്ന വില 1,15,00,000 രൂപയാണ്. നമ്മളിതിൽ കാണിച്ചിട്ടുള്ള ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതായത് എല്ലാ റൂമുകളിലും ഫാന്, AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാവിധ ഐറ്റംസും ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. അല്ലാണ്ട് നമുക്കിതിനകത്ത് 82 lakhs മുതൽ വരുന്ന വില്ലാസ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ചെറിയ പ്ലോട്ടുകൾ, ഇത് വരുന്ന 5.5 സെൻറ്റിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി കുറച്ചുകൂടെ ചെറിയ പ്ലോട്ടൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 82 lakhs തൊട്ട് നമുക്കിതിനകത്ത് വില്ലാസ് അവൈലബിൾ ആണ്.